ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതാക്കണ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാക്കണ നമ്മൾ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അക്കു മദ്രസക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസ വിട്ട് വരുന്ന സമയമായിട്ടോ. പോകുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാക്കണ മദ്രസക്ക് വിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ എന്താ സന്തോഷം എന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞോളൂ കേട്ടോ. നല്ല ഹാപ്പിയാണെന്ന്. അപ്പം നമുക്ക് ഓനോട് തന്നെ ചോദിച്ചോക്കട്ടെ എങ്ങോട്ടാന്ന് പോകുന്നത്. നമ്മൾ എങ്ങോട്ടാ പോണത്? എവിടെ ചേർക്കാൻ? സ്കൂളിൽ. ഹാപ്പിയാണോ? ഹാപ്പി ഇല്ലേ? ഹാപ്പി. ആരെ തീരുമാനം കുറുമ്പലങ്കോട് സ്കൂൾക്ക് പോകണമെന്നുള്ളത്? എൻ്റെ ഇഷ്ടം. ഓക്കെ. അപ്പം നമ്മളിന്ന് 11 മണിയാവുമ്പോൾ റെഡി ആയിങ്ങാണ്ട് എങ്ങോട്ടാ പോണേ? കുറുമ്പലങ്കോട്. സന്തോഷം ഉണ്ടോ എനിക്ക്? സ്കൂൾ കാണാൻ ആഗ്രഹമുണ്ടോ? പോവാ? നല്ലോ പഠിച്ചോ? ഉറപ്പാ? സത്യം? അതിന് ഇജ്ജ് പോണില്ലല്ലോ. ഇനി പോണില്ലല്ലോ. അക്കല്ലേ പോണേ? ആ എന്നാ എണ്ണീണ്ട്. അല്ല അക്കു പഠിച്ചോ? നല്ലോ പഠിച്ചേണ്ടി വരും. അതെന്താ കുറുമ്പലങ്കോട് തിരഞ്ഞെടുക്കാൻ കാരണം? കുറുമ്പലങ്കോട് പറയാൻ കാരണം എന്താണ്? അപ്പം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് അവിടെ കലോത്സവമൊക്കെ അല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ പഠിച്ചു പ്രോഗ്രാമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചെന്ന് പറഞ്ഞു. ഗായ്സ്, അപ്പം ഞങ്ങൾ പോവാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതാക്കണ് അക്കു റെഡി ആയിട്ടുണ്ട്. അക്കുവിൻ്റെ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. ഇതാക്കണ് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇങ്കൂനും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓൻ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ്. ഞങ്ങൾ 3 ആളും ചേർത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ ഇതാക്കണ ഇങ്കു പോരുന്നില്ല. ഓന് ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. ഉമ്മമാനത്ത് ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും പോയിട്ട് വരട്ടെ, ചേർത്തിട്ട് വരട്ടെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇതാക്കണ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണ ഇവര് നല്ല സന്തോഷത്തിലാണ്. പിന്നെ അതുപോലെ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ടീച്ചർമാർ ചോദിക്കുക, എന്താ പറയാ, കണ്ടില്ല, നല്ല ഒരു ഇതിൽ നിൽക്കുകയാണ്, ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ ഞങ്ങൾ അങ്ങനെ അകത്തൊക്കെ കയറുകയാണ്. ഈ സ്കൂൾ അവൻ തന്നെ തെരഞ്ഞെടുത്ത സ്കൂളാണ് കേട്ടോ. അവന് ഒരുപാട് ഇഷ്ടമാണ് ഈ സ്കൂള്. പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ പറയണ കേട്ടിട്ട് അവൻ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിങ്ങനെ കുറുമ്പലങ്കോട് സ്കൂളിൽ പഠിച്ചുകൊണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് എന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓന് പ്രൈവറ്റ് സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ പിന്നെ ഓനിങ്ങനെ ആക്ടിവിറ്റികൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രോഗ്രാംസ് പങ്കെടുക്കുക, അങ്ങനത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കലോത്സവം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. സ്റ്റേജിൽ കയറുക അങ്ങനത്തതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പഠിക്കണേലാരും കൂടുതൽ താല്പര്യം അങ്ങനത്തെ ആക്ടിവിറ്റിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൈവറ്റ് സ്കൂളൊക്കെ കൂടുതൽ പഠിക്കണേനല്ലേ മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റി ചെയ്യുക, ഓല ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വിടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും തന്നെ ഇതിൽ ചേർക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഓൻ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൻ തന്നെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ മക്കളെ സന്തോഷമല്ല നമ്മൾ നോക്കണ്ടേ. പിന്നെ അതുമല്ല, അവരിങ്ങോട്ട് ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലോണം പഠിക്കും ഇവിടെ നിന്നാലെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അവരെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ അവർ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ തന്നെ ചേർത്താ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഇവർ പാർക്കിൽ കളിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയിങ്ങാണ്ട് ഇവരെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പൊ പുതിയത് വന്നതും അല്ലേ, അപ്പൊ പുതിയ സ്കൂളല്ലേ, അപ്പൊ ഇതൊക്കെ നടന്ന് കാണുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കുകയാണ്. ഇവിടെ ഇതാക്കുന്നതൊക്കെ LSS USS ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം പഠിപ്പിക്കുന്ന സ്കൂൾ തന്നെയാണ്. അപ്പൊ ഞാൻ അക്കുന്റെ ഭാവി എങ്ങനെയുണ്ട് നോക്കട്ടോ, എങ്ങനെയുണ്ട് പഠിത്തം മുന്നോട്ട് ഇനി എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പൊ ഓന് നല്ല സന്തോഷത്തിലാണ്. പിന്നെ മക്കളെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അങ്ങനെ നമുക്ക് നോക്കാം ഇനി അക്കു എങ്ങനെയാണ്, ആക്റ്റീവായി ഇരിക്കുന്നുണ്ടോ എങ്ങനെയാണ് നോക്കല്ലത് അറിയാം. ഇപ്പൊ പുതിയ സ്കൂൾ കിട്ടിയൊരു സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാക്കണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പൊ ഞങ്ങളും തന്നെ ക്ലാസ് മുറികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരോ ഇതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളല്ലേ സ്കൂൾ ചേർത്താൻ കേട്ടോ. അപ്പൊ നമ്മൾ ചേർത്തിട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങള് പോവാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി, സ്കൂളിലൊക്കെ ചേർത്തിങ്ങാണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ സ്കൂളിലൊക്കെ ചേർത്താൻ പോയി വന്നതിന് ശേഷം വെറുതെ അങ്ങനെ ഇരുന്നപ്പോ മെഷീൻ അടിക്കാന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പൊ ഇതാക്കണ ഈ ഒരു പലാസോ പാന്റ് കേട്ടോ, നമ്മുടെ കയ്യിലുള്ള പലാസോ പാന്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല ടൈറ്റ് ഉള്ള പലാസോ പാന്റ് ആണ് കേട്ടോ, ഒഴിവാക്കിയിട്ടുള്ള പാന്റ് ആണ്. അപ്പൊ ഈ പാന്റ് വെച്ചിട്ട് നമുക്ക് നമ്മളെ മിഡിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു
ടോപ്പ് അടിച്ചെടുത്താലോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ, നമുക്ക് ഇവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ടോപ്പായിട്ട് ഉപയോഗിക്കട്ടെ, നമുക്ക് ടീഷർട്ടായിട്ട് ഉപയോഗിക്കാം, നമുക്ക് മിഡിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മിഡിയും ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കട്ടെ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് കാണിച്ചാലോ, വാ. ഒരു പലാസോ പാന്റ് ഇല്ലേ, ഈ ഒരു പലാസോ പാന്റ് കൊണ്ട് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു നമ്മൾ മിഡിക്കൊക്കെ ഇടുന്ന ഒരു ടോപ്പ് അടിച്ചെടുക്കാൻ കേട്ടോ. സിമ്പിൾ ആണ്, നമുക്ക് അടിക്കാനൊന്നുമില്ല. അതിന്റെ സെന്റർ ഇതാക്കണം, ഈ സെന്ററിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. ദാ ഇവിടെ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കത് മിഡിയിലേക്ക് ഇടുന്ന ഒരു ടോപ്പായിട്ട് ഉപയോഗിക്കട്ടോ. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്ക് അടിക്കണം എന്നില്ല കേട്ടോ, ഞാനിപ്പോൾ കഴുത്ത് മാത്രം അടിച്ചു കൊടുക്കണുള്ളൂ. കഴുത്ത് മാത്രം നമുക്ക് വെട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് നെക്ക് വരുന്നത്, ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് വീലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാക്കുന്നത് നമ്മൾ ഇവിടെ ഇതിന്റെ കഴുത്ത് അടിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കൈത്താണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ മിഡിക്ക് ഇടുന്ന ഒരു അടിപൊളി ടോപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാക്കണം കൈയൊക്കെ നമുക്ക് ഫുള്ള് ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ കൈയിൻ്റെ വിടുത്തൊക്കെ നമ്മൾ അതന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല, നല്ല ലൂസിൽ കിടക്കുന്നുണ്ട്. കൈത്ത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലൂസായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന പലാസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് പലാസയാണെന്ന് അറിയുന്നല്ലോ കേട്ടോ. അത്രയും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.